മെയിൻ ഡോർ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ യാതൊരു നിവൃത്തിയില്ല. ആൾ ഈ കരച്ചിലങ്ങ് തുടങ്ങും. ആൾക്കിപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കുരുപ്പാണ്. 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ് തന്നെയായിരുന്നു കംപ്ലീറ്റ്ലി. അപ്പോൾ 6 മാസത്തിന് ശേഷമാണ് പയ്യെ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ ദിവസം നമ്മൾ ഓരോ ടൈപ്പ് കുറുക്കാണ് കൊടുക്കുന്നത്. ഇന്ന് നുറുക്ക് ഗോതമ്പ് തന്നെയാണ് കേട്ടോ. ചില ദിവസം റാഗിയുടെ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ കണ്ണങ്കായ, അങ്ങനെ മാറ്റി മാറ്റിയാണ് കൊടുക്കുക. കാരണം സെയിം ഒരേ ടേസ്റ്റ് തന്നെ ഡെയിലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കും അത് വെറുത്തു പോകും. ഇത് തന്നെ നേരെ ചൊവ്വേ കഴിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊടുക്കുമ്പോൾ തലേ ദിവസം വെള്ളത്തിലിടും രാത്രി. അതൊരു ചെറിയൊരു പോർഷൻ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ലോണം കുതിർന്നിട്ടുണ്ടാവും. അതൊന്ന് അരിച്ച് ആ വെള്ളമൊന്ന് മാറ്റിയിട്ട് ഒന്ന് കഴുകി ഇതാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരയ്ക്കും. അതൊന്ന് നല്ല വൃത്തിയുള്ള തുണിയിൽ പിഴിഞ്ഞെടുക്കും. അതിനുശേഷം പനങ്കൽക്കണ്ടവും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അതൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറുന്ന തീർത്തും ആറണ്ടെന്ന് ചെറിയൊരു ഇതിൽ ചെറു ചൂടനെ കൊടുക്കുകയായിരിക്കും നല്ലത്. കുറച്ച് വെള്ളം ആദ്യം കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറുക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇന്നിപ്പോൾ നുറുക്ക് ഗോതമ്പാണെങ്കിൽ നാളെ റാഗി ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് കൊടുക്കുമ്പോൾ കുട്ടിക്കും അത് മടുപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 2 നേരം കൊടുത്തു തുടങ്ങി. ആദ്യമൊക്കെ ഒരു നേരം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഏത്തപ്പഴം കൊടുക്കാം കേട്ടോ. ഏത്തപ്പഴം നല്ലപോലെ പഴുത്തത് ആവിയേറ്റി പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നാരും കളഞ്ഞ് ഉള്ളിൽ കറുപ്പും കളഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ മിക്സിയിലടിച്ച് എടുക്കുക. ഈ പ്രായക്കാർക്കൊക്കെ മിക്സിയിലടിച്ചടിക്കുക ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അത് ഉടച്ചൊടിച്ച് കൊടുത്താലും മതി. കുറച്ച് നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കയറുന്നതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് തന്നെ എൻ്റെ കുറുക്ക് കുറച്ചൊക്കെ കൊടുത്തു തുടങ്ങിയത്. ചിക്കൻ ഉണ്ടെങ്കിലും ഇച്ചിരി വാശി കൂടുതലുള്ള കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ എൻ്റെ കൊച്ച്. കാരണം 2-3 വായക്ക് ഇങ്ങനെ തട്ടിക്കളഞ്ഞ് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും തുപ്പി തുപ്പി അങ്ങനെയൊക്കെ തന്നെ എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഒക്കെ ഇച്ചിരി കൂടുതലുമാണ്. ആദ്യമൊക്കെ ഇവിടെ വെച്ചാൽ പുറത്തുനിന്ന് കൊടുത്തു, പയ്യെ ലാസ്റ്റ് അകത്ത് തന്നെ കൊണ്ട് വെച്ച് കാലിൽ കിടത്തി കൊടുത്തു. കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാല് വെച്ച് കൊടുക്കും നേരെ ചിരിച്ച് കയറും അങ്ങനെ. പക്ഷെ നമ്മൾ തല ഇത്തിരി പൊക്കി വെച്ചിട്ടാണ് കുറുക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിരിച്ച് കയറില്ല. മൂത്ത പുത്രൻ അവിടെ എഴുതി എന്തെങ്കിലും ഗോഷ്ടി കാണിക്കണ്ടാവും. അതോടുകൂടി കുട്ടിയുടെ സ്ഥലം അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇത് ഈ കുറുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിച്ചെടുക്കണതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങും. ഇതാണ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.